ചങ്ങാതികളാകുക ഒരിക്കലും പ്രതീക്ഷയാൽ ഉണ്ടാകുന്നതല്ല. അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന നമ്മൾ എങ്ങനെയൊക്കെ ചങ്ങാതികളായി മാറുന്നു. വാസ്തവത്തില് നാം ആരും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതല്ല. സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയാണ്. പക്ഷെ വന്നു ചേരുന്ന സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടെ കാണുവാനുള്ള അവസരമാണ് ഈ ദിനത്തിൽ നമുക്കുണ്ടായത്. സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും വ്യത്യസ്തരായ മാതാപിതാക്കളുടെ മക്കളാണ്. എന്നാൽ സ്കൂളിൽ കടന്നു വരുമ്പോൾ നമുക്ക് പുതിയ മാതാവിനെയും പുതിയ പിതാവിനെയും ലഭിക്കുകയാണ്. വിവാഹം കഴിഞ്ഞവർക്കറിയാം, പിതാവിൻ്റെ കുടുംബക്കാരുടെയും മാതാവിൻ്റെ കുടുംബക്കാരുടെയും സ്വഭാവമുള്ള കുഞ്ഞുങ്ങളെയാണ് ഓരോ മാതാപിതാക്കളും വളർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ നമ്മെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ വ്യത്യസ്തരായിട്ടുള്ള സ്വഭാവമുള്ള നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചു. അത് നമുക്ക് വളരെയധികം നാം സ്മരിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ വേദപുസ്തകം, ഞാനൊരു പാസ്റ്ററാണ്, അപ്പോൾ അവിടുത്തെ വെച്ചാൽ എന്തെങ്കിലും മാറ്റം ഞാൻ സാധനം ചിന്തിക്കണം. ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ട് എനിക്ക് പരിചയമുള്ളൂ. അപ്പോൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹിക്കുവാൻ 4 പേർക്കാണ് കഴിയുന്നത്. 1 ദൈവത്തിന്, 2 മാതാപിതാക്കൾക്ക്, 3 അധ്യാപകർക്ക്, 4 മത നേതാക്കന്മാർ. നിശ്ചയമായും നമ്മുടെ അധ്യാപകരുടെ അനുഗ്രഹമാണ് ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരാൻ പറ്റുന്നത്. ചിലർ വിവാഹിതരായി അവരുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നു. ചിലര് സമൂഹത്തിൽ ഉന്നത മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ ഇടയായി വരുന്നു. ഇതിനെല്ലാം പിന്നില് നമ്മുടെ ടീച്ചർമാരുടെ പ്രവൃത്തി നാം എപ്പോഴും സ്മരിക്കേണ്ടതാണ്. പരസ്പരം ഓർക്കുന്നവരായിരിക്കണം. ലോകത്തിൽ ഒത്തിരി ജനങ്ങളുണ്ട്, പക്ഷെ അവരായിട്ടൊന്നും നമുക്ക് ബന്ധപ്പെടുവാനോ നമുക്ക് കണ്ടുമുട്ടുവാനോ കഴിഞ്ഞില്ല. ഒരു വ്യക്തിയെ പഠിപ്പിക്കാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ ആ വ്യക്തി അവനെ അനുഗ്രഹിക്കുവാൻ തയ്യാറാകും. നമുക്ക് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഓഫീസുകളിലൂടെ നാം കടന്നു പോകണം. ഡോക്ടർമാരെ നാം കാണുന്നുണ്ട്, അഡ്വക്കേറ്റുമാരെ നാം കാണുന്നുണ്ട്. മാത്രമല്ല വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകും. എന്നാൽ അധ്യാപകരെ പോലെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഉദ്യോഗസ്ഥരുണ്ട്. ടീച്ചർ ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. നമ്മെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത സ്വഭാവമുള്ള നമ്മളെല്ലാവരെയും മക്കളെ പോലെ കണ്ട് വളർത്തുവാനായിട്ടുണ്ട്. 3 വർഷം നമ്മൾ പഠിപ്പിച്ച അനേക അധ്യാപകരുണ്ട്. നാം എല്ലാവരും അവരെ സ്മരിക്കണം. ഞാനൊരു പ്രാസംഗികനായതുകൊണ്ട് തന്നെ പറയാം, പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എഫേർട്ടുള്ള കാര്യമാണ്. അപ്പൊ 3 വർഷം നമ്മെ പഠിപ്പിച്ച ടീച്ചർമാര് A+B എന്ന് പറഞ്ഞിട്ട് ഫോർമുലയില്ല. ആ ഫോർമുല അത്രയും ഉച്ചത്തിൽ പറഞ്ഞു അത്രയും സാറിനെ ട്രെയിൻ ചെയ്തു. ആ സാറിന്റെ നമ്മളെ ആദരിക്കുന്നു. ഇപ്പൊ നാം എല്ലാം ഞങ്ങളെക്കാൾ ഉന്നതമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അല്ല, അങ്ങനെ അറിയാനും കേൾക്കാനുമാണ്
എനിക്കിഷ്ടവും. കാരണം ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ എന്നും നല്ല നിലയിലേക്ക് എത്തിച്ചേരണമെന്ന് തീർച്ചയായും മനഃപൂർവ്വമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ ഏതെങ്കിലും കുട്ടികൾ വന്ന് കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഞാൻ ഉള്ളുകൊണ്ട് മനസ്സിൽ പറയാറുള്ളത് അവർക്ക് സർവൈശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന്. കാരണം എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ. എൻ്റെ മക്കള് നന്നായി വരണം എന്ന് എനിക്ക് എത്രത്തോളം ആഗ്രഹമുണ്ടോ അതുപോലെ എൻ്റെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ യാഥാർത്ഥ്യം അതാണ്. എനിക്കെപ്പോഴും പിന്നെ ഞാൻ മനസ്സ് വിചാരിക്കുക എൻ്റെ കുട്ടികളെ നന്നായിട്ട് എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ മക്കളും അതുപോലെ നന്നായി വളർന്നു വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവർ മോശപ്പെട്ടില്ലെങ്കിലും വളരെ ഉന്നതങ്ങളിൽ എത്താൻ കഴിഞ്ഞു. എനിക്കിപ്പോൾ അതിൻ്റെ പഠന പ്രായം എത്തിയതേ ഉള്ളൂ. എന്തായാലും പിന്നെ അതെല്ലാം നിങ്ങളുടെയും എല്ലാം ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ നിങ്ങൾ ഇപ്പോഴും എന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂളിനെ ഇവിടുത്തെ അധ്യാപകരെ ഓർക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അതിയായ സന്തോഷമാണ്. പിന്നെ പലരെയും നമുക്ക് കാണുമ്പോൾ എനിക്ക് മുഖച്ഛായ വെച്ച് ഓർമ്മിക്കാൻ കഴിയുമെങ്കിലും എനിക്ക് നല്ല രീതിയിൽ ഓർമ്മിക്കാൻ കഴിയുന്നില്ല. പിന്നെ നിങ്ങൾ പലപ്പോഴും നിങ്ങളോട് ഇതെല്ലാം കണ്ടിട്ട് കാണാത്ത പോകുന്നതായി തോന്നി. വളരെ സ്നേഹത്തോടെ നമ്മളെ രണ്ടുപേരെയും നിങ്ങളെ ക്ഷണിച്ചു ഏറ്റവും കൂടുതൽ നന്ദി, സ്നേഹ, സന്തോഷം എല്ലാം. പിന്നെ ഇങ്ങനൊരു സംരംഭം അല്ലേ തുടക്കം ഇടാൻ തന്നെ ആരാണെന്ന് എനിക്കറിഞ്ഞ രേഷ്മയാണ്. ഇല്ല ബോയ്സ് ടീം ആരൊക്കെ ഉണ്ട്. പക്ഷെ അത് വളരെ പ്രയാസം, അഖിലേഷ് വളരെ പ്രയാസമാണ്. ഇങ്ങനെ നമുക്കറിയാം പലയിടത്തും ആയവരെ കണ്ടുമുട്ടുക, കണ്ടുപിടിച്ച് കൊണ്ടുവരിക, ഫോൺ നമ്പർ തേടി പിടിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് എത്തിയിട്ടില്ല. കാരണം പറയില്ല, കല്യാണമൊക്കെ കഴിഞ്ഞ് പല ദൂരെയൊക്കെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. വിഷമം ഉണ്ടായിരിക്കും. വിഷമം തോന്നുന്നു. പിന്നെ അഖിലേഷ് പറയാനുള്ളത്, ഈ സംരംഭം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തത് വളരെ ഉപകാരപ്രദമായ കാര്യത്തിന് കൂടെ ആയിരിക്കണം. കാരണം നിങ്ങൾ വെറും സന്തോഷം പങ്കുവയ്ക്കലായിരുന്നു, മറ്റുള്ളവരുടെ കാര്യങ്ങൾ സമൂഹ സേവനം എന്നുള്ള കാര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കൂടെ ഉള്ളവരെ സഹായിക്കാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രയോജനപ്പെടുന്നത്. എത്രത്തോളം സാഹചര്യം കൂടുതലുള്ളവർ കാണും, തീരെ മോശപ്പെട്ടവർ കാണും. അവർ നിങ്ങൾ അറിയുക, എന്തെങ്കിലുമൊക്കെ അറിഞ്ഞാൽ സഹായിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല നിങ്ങൾക്ക് ബന്ധമുള്ളവർ, നമുക്ക് കൂടുതൽ പുറത്തൊക്കെ ബന്ധമുള്ളവർ കുറച്ച് സഹായിക്കാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി കുട്ടികളോട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, അതാണ് ഏറ്റവും വേണ്ടപ്പെട്ട. അപ്പം നമ്മൾ കാണും, ഫോൺ വിളിക്ക് സംസാരിക്കും, വല്ലപ്പോഴും അതോടെ അങ്ങ് ഉപേക്ഷിക്കരുത്. ആ ഗ്രൂപ്പിനെ നിങ്ങളിപ്പോൾ ഗ്രൂപ്പ് കാണുമായിരിക്കുമല്ലോ, അതിനെ കളയരുത്. അപ്പോൾ കുറച്ച് ചിലപ്പോൾ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവില്ല. നമ്മൾ ചിലപ്പോൾ അവരെ എന്ത് ചെയ്യും, 5 ദിവസം കണ്ടില്ല എന്ന് തഴി. അങ്ങനെയല്ല, അവൻ എന്തുകൊണ്ട് വന്നില്ല, അവൾ എന്തുകൊണ്ട് വന്നില്ല എന്ന് തേടിപ്പിച്ചൊന്ന് അന്വേഷിക്കണം. അല്ലാതെ നമ്മൾ തന്നെ വിധി എഴുതരുത്. അത് ഒരു പ്രധാന കാര്യമാണ്. അവൻ്റെ എപ്പോൾ കാണത്തില്ല. അവൻ ഗ്രൂപ്പിൽ വരെ 8ലും 9ലും 10ലും എൻ്റെ കുട്ടികളായിരുന്നു. സാറൊക്കെ എല്ലാവരും വ്യക്തിപരമായിരുന്നു. ഇവിടെ എത്താത്തവരെ കുറിച്ച് എൻ്റെ അവരുടെ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. ജിഷി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ജിഷി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ഫോട്ടോ കാണിച്ച് എല്ലാവരും പേര് പറഞ്ഞു. എനിക്ക് കണ്ട് ഇതിനൊക്കെ കാണാം.
அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. நேரில் நின்று பேசும் தெய்வம் பெற்ற தாயன்றி வேறொன்று ஏது? அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. മലർക്കിളിയിണയുടെ തളിരണിക്കൂട്ടിൽ നിന്നൊരിക്കലും പിരിയില്ല ഞങ്ങൾ, ഇനിയൊരിക്കലും പിരിയില്ല ഞങ്ങൾ. ചെറുമണിക്കനവു കൊണ്ടൊരു തുള്ളി വെളിച്ചം കൊണ്ടിവരുടെ കരക്കൂട്ടിനുള്ളിൽ ഞങ്ങളായിരമൂഞ്ഞാലു തീർക്കും. മലർക്കിളിയിണയുടെ തളിരണിക്കൂട്ടിൽ നിന്നൊരിക്കലും പിരിയില്ല ഞങ്ങൾ, ഇനിയൊരിക്കലും പിരിയില്ല ഞങ്ങൾ. ചോലപ്പൊന്മാനെ നില പൊന്മാനെ ഞങ്ങളോട് കൂടെ കൂടില്ലേ? ചോലപ്പൊന്മാനെ നില പൊന്മാനെ ഞങ്ങളോട് കൂടെ കൂടില്ലേ? ഓ പാട്ടിന്റെ താഴ്വാരം ഒക്കുന്നു നിങ്ങൾക്ക്, ഉണരുന്നു കരയും കടലും, മുത്തുന്നു മുളയും കാറ്റും, വിടരുന്നു പൂവിനുള്ളം, കുളിരുന്നു മനസ്സും മനസ്സും മെല്ലെ മെല്ലെ. ഓ മലർക്കിളിയിണയുടെ തളിരണിക്കൂട്ടിൽ നിന്നൊരിക്കലും പിരിയില്ല ഞങ്ങൾ, ഇനിയൊരിക്കലും പിരിയില്ല ഞങ്ങൾ. കാണുമ്പോൾ തോന്നും മിണ്ടാൻ ഒരു വാക്ക്, ആരുമാരും അറിയാതൊരു നോക്ക്. കാണുമ്പോൾ തോന്നും മിണ്ടാൻ ഒരു വാക്ക്, ആരുമാരും അറിയാതൊരു നോക്ക്. ഓ ഉൾക്കളം നോവുമ്പോൾ ഉൾക്കിളിപ്പാടുമ്പോൾ ആ ഗാനം സ്വരമായി മാറും, സ്വരമെല്ലാം നിറമായി മാറും, നിറമെല്ലാം ചിറകായി മാറും, ചിറകിൽ നാം ഉയരം തേടും എന്നും എന്നും. ഓ മലർക്കിളിയിണയുടെ തളിരണിക്കൂട്ടിൽ നിന്നൊരിക്കലും പിരിയില്ല ഞങ്ങൾ, ഇനിയൊരിക്കലും പിരിയില്ല ഞങ്ങൾ. ചെറുമണിക്കനവു കൊണ്ടൊരു തുള്ളി വെളിച്ചം കൊണ്ടിവരുടെ കരക്കൂട്ടി